മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമ എമ്പുരാൻ മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയുടെ കൃത്യമായ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3 മണിക്കൂറിന് കുറച്ച് സെക്കൻഡുകളുടെ ഡ്യൂറേഷൻ കുറവ് മാത്രമുണ്ട്. 2 മണിക്കൂർ 59 മിനിറ്റ് 53 സെക്കൻഡാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഇതിൽ 1 മണിക്കൂർ 38 മിനിറ്റ് 40 സെക്കൻഡ് സിനിമയുടെ ആദ്യ പകുതി ഡ്യൂറേഷനാണ് എന്നും കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് വെച്ച് നോക്കിയാലും ഡ്യൂറേഷൻ വെച്ച് നോക്കിയാലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയധികം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നിട്ടും സിനിമയോടൊപ്പം ഒരുപാട് സിനിമകളാണ് ട്രെയിലർ എല്ലാം തന്നെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ നീക്കം നടക്കുന്നത്. എമ്പുരാന്റെ റിലീസ് പ്രമാണിച്ച് ലാലേട്ടൻ വുഡിൽ നിന്നും ഒരുപാട് സിനിമകളുടെ ട്രെയിലറുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ അടുത്ത വലിയ ബഡ്ജറ്റുള്ള സിനിമകളിൽ ഒന്നാണല്ലോ ബസൂക്ക. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയുടെ ട്രെയിലർ നാളെ രാത്രി 8 മണിക്ക് തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ വെച്ച് ലോഞ്ച് ചെയ്യുകയാണ്. ആ ട്രെയിലർ ഓൺലൈനായിട്ട് രാത്രി 8:10 യൂട്യൂബിലടക്കം റിലീസാകുന്നതാണ്. അപ്പോൾ ബസൂക്ക ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കാം. ബസൂക്കയോടൊപ്പം തന്നെ ഒരേ ദിവസം ക്ലാഷ് റിലീസായിട്ട് മമ്മൂട്ടി ചിത്രത്തോടൊപ്പം എത്തുന്ന സിനിമയാണല്ലോ നെസ്ലൻ നായകനെ എത്തുന്ന ആലപ്പുഴ ജിംഖാന. ചിത്രത്തിൻ്റെയും ട്രെയിലർ നാളെ റിലീസ് ചെയ്യുകയാണ്. ഏപ്രിൽ 10 വിഷു റിലീസായിട്ടെത്തുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ രാവിലെ 10 മണിക്കാണ് യൂട്യൂബിൽ റിലീസ് ചെയ്യുക. ഈ പറഞ്ഞ വിഷു ചിത്രങ്ങളോടൊപ്പം ബേസൽ സിനിമ കൂടി ക്ലാഷ് റിലീസായിട്ടെത്തുന്നു. ചിത്രത്തിന്റെ ട്രെയിലറും എമ്പുരാന്റെ ട്രെയിലറിനോടൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായിട്ട് നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. നാളെ രാവിലെ 10 മണിക്ക് ലാലേട്ടന്റെ തന്നെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തുടരുമെന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ഫാമിലി ഡ്രാമ സിനിമയാണ്. അപ്പോൾ മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിമാൻഡ് നേടിയെടുത്ത സിനിമ കൂടിയായ എമ്പുരാനോടൊപ്പം ഒരുപിടി സിനിമകളുടെ ട്രെയിലറുകളാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായിട്ട് നീക്കം നടക്കുന്നത്. ഈ പറഞ്ഞ സിനിമകളുടെ ട്രെയിലറുകളെല്ലാം തന്നെ ഇനി എല്ലാവർക്കും തിയേറ്ററുകളിൽ കാണാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.